പിന്നെ ഇതിലിപ്പം ഈ ജ്ഞാനദൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട്. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. നിങ്ങളെ എനിക്ക് പരിചയമില്ലല്ലോ, ഇപ്പൊ വിളിച്ചുള്ള ഒരു സംസാര പരിചയമല്ലേ ഉള്ളൂ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണെ, ശരിയാണ് ശരി എന്ന് പറയണം, തെറ്റാണ് തെറ്റാന്ന് പറയണം. പ്രവചനങ്ങൾ നടത്തി വൈറലായ ജ്യോത്സ്യനാണ് ഹരി പത്തനാപുരം. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരുള്ള ഹരി മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ്. അന്ധവിശ്വാസങ്ങളെയും വിശ്വാസത്തിലെ കാപട്യങ്ങളെയും എതിർക്കുന്ന ജ്യോത്സ്യൻ, നടപ്പുരീതിക്കെതിരെ സഞ്ചരിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയാം ഹരി പത്തനാപുരത്തെ കുറിച്ച്. പല ജ്യോത്സ്യന്മാരും പണത്തിനു വേണ്ടി പറയുന്ന തട്ടിപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹരി പത്തനാപുരം ജനപ്രിയനായി മാറുന്നത്. ജ്യോതിഷത്തിന്റെയും വിശ്വാസത്തിന്റെയും മറവിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം തന്റെ വീഡിയോകളിലൂടെയും മറ്റും എന്നും സംസാരിക്കാറുമുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആഹാരവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ജോലിയാണോ? അയ്യോ സാറേ, അതെ അതെ, ഞാൻ കാറ്ററിംഗിന്റെ പരിപാടിയൊക്കെ ആയിട്ട്. കാറ്ററിംഗ്? അതെ അതെ. അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ. ഞെട്ടാൻ വരണി. ഒരു കാര്യം കൂടെ ഉണ്ട് ഞെട്ടാൻ, ഒരു കാര്യം കൂടെ പറയാം. പറയൂ സാറേ. നിങ്ങളുടെ പേര് പറയാം. ഞാൻ ജ്ഞാനദൃഷ്ടി വരട്ടെ, ഞാൻ പ്രവചിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ പേരൊരു പ്രശസ്ത സിനിമാ താരത്തിന്റെ, നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു നടന്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ്, മോഹൻലാലിന്റെ. അയ്യോ അതെ സാറേ, അതെ. അയ്യോ, മോഹനാണ് എന്റെ പേര്. ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ പൊന്നെ, ഇത് പോസ്റ്റ് ഇടരുത്. ഇതെന്ത് സംഭവം അറിയാവോ? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തൊരു പോകല്ലെന്ന് പറയാൻ വേണ്ടി ഒരു സാരട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചപ്പറ്റി ട്രൂ കോളറില്ലേ, അതിൽ മോഹൻ കാറ്ററിംഗ് എന്ന് എഴുതി, അത് കണ്ടോണ്ട് പറഞ്ഞാ പോസ്റ്റ്. എന്നാൽ തനിക്കും ഭീഷണികളൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് പറയുകയാണ് ഹരി ഇപ്പോൾ. ഇടയ്ക്ക് താൻ ഒരു പ്രവചനം നടത്തി വൈറലായ സംഭവത്തെക്കുറിച്ചും മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഹരി. പെൺകുട്ടികളുടെ പീരീഡ്സ് ദിവസം പോലും പ്രവചിക്കുന്ന ആളെന്ന നിലയിലാണ് താനിപ്പോൾ അറിയപ്പെടുന്നതെന്നാണ് ഹരി പത്തനാപുരം വ്യക്തമാക്കുന്നത്. എന്റെ ഫേസ്ബുക്കിൽ ആദ്യമൊക്കെ എടാ ഊളെ എന്നുള്ള കമന്റുകൾ വരും. നിങ്ങൾ ഇപ്പോഴാണോ ഞാൻ ഊളയാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കും. അതോടെ പിന്നെ കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഊളയല്ല എന്ന് അവരോട് വാദിക്കാൻ പോകുമ്പോഴാണ് അവരും തർക്കിക്കാൻ വരുന്നത്. ഞാൻ എല്ലാ കമന്റിനും മറുപടി കൊടുക്കുന്ന ആളാണ്. വെളുപ്പിന് 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന കമന്റിന് മറുപടി കൊടുക്കുന്ന ആളാണ് താനെന്ന് ഹരി പറയുകയാണ്. എനിക്ക് കമന്റ് തരുന്നവരോട് കാണിക്കുന്ന ബഹുമാനമാണത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാവർക്കും മറുപടി കൊടുക്കും. തെറി വിളിക്കുന്നവർ പോലുമുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന തെറിക്ക് നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നും ശരിയായ തെറിവാക്ക് ഇതാണെന്നും പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തിരുന്നു. പിന്നെ കമന്റ് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഭീഷണികളൊന്നും വരാറില്ല എന്നും ഹരി കൂട്ടിച്ചേർത്തിരിക്കുന്നു. നമ്മളെ ഭീഷണിപ്പെടുത്തുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ നിർത്തും. എന്നാൽ നമുക്ക് ശത്രുക്കൾ ഉള്ളത് ശരിക്കും സൂക്ഷിക്കേണ്ട കാര്യവുമാണ്. ജ്യോതിഷത്തെ വിശ്വാസമില്ലാത്ത നീ എങ്ങനെ ഇതൊക്കെ പറയുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടേയില്ല. ജ്യോതിഷത്തെ ചൂഷണത്തിന് ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കള്ളത്തരം കാണിക്കുന്നവരെ വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളുടെ പീരീഡ്സ് ദിവസം പ്രവചിക്കുന്ന ആളാണ് ഞാനെന്ന തരത്തിലൊരു കഥ പ്രചരിക്കുന്നതിനെ പറ്റിയും ഹരി പത്തനാപുരം വ്യക്തമാക്കുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് തീയതി കുറിക്കാനായി അച്ഛനും കൊച്ചച്ഛന്മാരും ഒക്കെ ചേർന്ന് എന്റെ അടുത്ത് വന്നു. നല്ല മുഹൂർത്തം നോക്കിയപ്പോൾ 13-ാം തീയതി കണ്ടു. സാധാരണ കല്യാണത്തിന് മുഹൂർത്തം നോക്കുമ്പോൾ പെൺകുട്ടികളുടെ പീരീഡ്സ് ദിവസം ഒഴിവാക്കാറുണ്ട്. വിവാഹം വളരെ പവിത്രമായി കാണുന്നതുകൊണ്ട് പീരീഡ്സ് ദിവസം വിവാഹം നടത്തില്ല എന്നാണ് പൊതുവെ. അതുകൊണ്ട് തന്നെ തീയതി എടുക്കാൻ വരുന്നവരോട് 13-ാം തീയതി മകൾക്ക് പീരീഡ്സ് ആണോ എന്ന് കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വീട്ടിൽ വിളിച്ച മകളോട് കാര്യം ചോദിച്ചു. 13-ാം തീയതി നിനക്ക് പീരീഡ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ അറിഞ്ഞു എന്നായി. ജ്യോത്സ്യൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കും അത്ഭുതമായി. പീരീഡ്സ് ദിവസം ഞാൻ പ്രവചിച്ചു എന്നായി. സത്യത്തിൽ വിവാഹത്തിന് വരുന്ന എല്ലാവരോടും തന്നെ പീരീഡ്സ് ദിവസം എന്നാണെന്ന് ചോദിക്കാറുള്ളതാണ്. അങ്ങനെ ചോദിച്ച സംഭവമാണ് ഇങ്ങനെയായി മാറിയതെന്നാണ് ഹരി പത്തനാപുരം പറയുന്നത്. അതേസമയം തന്നെ അടിസ്ഥാന നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് പ്രവചിക്കാൻ അറിയില്ല എന്നും പ്രവർത്തനങ്ങളിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ഹരി പത്തനാപുരം പറയുന്നുണ്ട്. പ്രളയമുണ്ടാകുന്നത് ഞാനടക്കം ആരും പ്രവചിച്ചില്ല. പക്ഷേ ഞാൻ അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നു. കോവിഡും പ്രവചിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അന്നും സഹായിക്കാനും പ്രവർത്തിക്കുവാനും ഞാൻ നിന്നു. ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയപ്പോഴും ഞാൻ പ്രവചിക്കാനല്ല തിരഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. സാമ്പത്തിക നേട്ടമുണ്ടാക്കണമെങ്കിൽ എനിക്ക് മിണ്ടാതിരുന്നാൽ മതി. ലക്ഷങ്ങൾ ദിവസവും ഉണ്ടാക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട് ഇവിടെ. നിശബ്ദനാകാത്തത് കൊണ്ടാണ് എനിക്ക് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകുന്നത്. മിണ്ടാതിരിക്കുവാൻ ആളുകൾ തന്നെ എനിക്ക് പണം തരുമെന്നാണ് മുൻപൊരിക്കൽ ഹരി പത്തനാപുരം പറഞ്ഞത്. അതേസമയം തന്നെ ജ്യോത്സ്യൻ എന്ന നിലയിൽ മാത്രമല്ല നടൻ എന്ന നിലയിൽ കൂടി ഹരി പത്തനാപുരം ഇപ്പോൾ തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സംഗീതത്തിനൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയ് യേശുദാസ് പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ സിനിമയായ ക്ലാസ് ബൈ എ സോൾജിയർ എന്ന ചിത്രത്തിലാണ് ഹരി പത്തനാപുരം അഭിനയിച്ചിരിക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.